ശോഭിച്ചിട്ട് കാര്യമില്ല. കഥകൾ കേൾക്കണം. കേൾക്കാതെ എങ്ങനെ മനസ്സിലാവും എന്തായിരുന്നു കേരളം? മാറുമറച്ചാൽ കലാപം, മുട്ടിന് താഴെ മുണ്ടുടുത്താൽ കലാപം, മീശ വെച്ചാൽ കലാപം, സദ്യക്ക് പപ്പടം വിളമ്പിയാൽ കലാപം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്ത്യൻ രാജാക്കന്മാരെ പോലെ വാള് വെച്ച് ഇൻക്യൂസിഷൻ നടപ്പിലാക്കിക്കൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള രാജാക്കന്മാർ മതഭ്രാന്തന്മാരായ രാജാക്കന്മാരായിരുന്നെങ്കിൽ. നിങ്ങൾ പറഞ്ഞോ, ക്രിസ്തു മതമാണ്, ഇസ്ലാം മതമാണ്, മതങ്ങൾക്ക് മതഭ്രാന്ത് ഉണ്ടാവും. അങ്ങനെ മതത്തിൽ ഭ്രാന്തെടുത്ത രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തോമസ് ലീഗ കുത്തുന്ന കാല സ്പോട്ടിൽ വെട്ടിയനെ. നിന്റെ ദൈവം കൊണച്ച ദൈവം എടുത്തോട്ട് വാടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മാത്രമേ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. നിന്റെ ദൈവം, നീ വേണേ മതം മാറി ഇങ്ങോട്ട് വാടാ എന്നുള്ള ഒരു ചെറ്റ മനോഭാവമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തോമസ് ലീഗയും പള്ളിയും? പിന്നെ ഈ ശബരിമല പുനർനിർമ്മിക്കാനായിട്ട് ഒരു ക്രിസ്ത്യാനി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ബുക്ക് നിങ്ങൾ എഴുതി തയ്യാറാക്കിയത് തന്നെ ആളെ പറ്റിക്കാനാണ്. ചരിത്രത്തിൽ എവിടെയും ഒരു രാജാവും ഈ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചതായിട്ട് എനിക്കറിയില്ല. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും സഹകരിച്ചത്, നമ്മൾ മാത്രം മോശം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ നിങ്ങൾ ഈ സമൂഹത്തിൽ കുട്ടികളുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തോടും നമ്മുടെ സ്വന്തം പൈതൃകത്തോടും നമുക്ക് നമ്മളോട് തന്നെ ഒരു മോശ അഭിപ്രായം ഉണ്ടായി ആ ചിന്തയിൽ ആ കുട്ടികൾ ഇങ്ങനെ, അയ്യോ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു മോശം, ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു മോശം, നമ്മൾ പണ്ട് ജാതിയൊക്കെ ആയിട്ട് വലിയ മോശമായിരുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികൾ വന്നതുകൊണ്ട് അയ്യോ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ഈ രാജ്യത്തിന്റെ അടയാളം നശിപ്പിക്കാം. അങ്ങനെയാണ് യൂറോപ്പിനെ മൊത്തം നശിപ്പിച്ചത്. അവിടുത്തെ അടയാളങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ഇതിന്റെ പേര് കോളച്ചിറക്കൽ മത്തൻ തരകൻ എന്നാണ്. ഈ മനുഷ്യനോട് ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല പുതുക്കി പണിയാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സന്നദ്ധമാകണം എന്ന് പറഞ്ഞ അദ്ദേഹം ഇവരുമായിട്ടുള്ള ബന്ധം വെച്ച് ശബരിമല പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ കൊല്ലത്തെ പുതുക്കുളങ്ങരയിൽ നിന്ന് അവിടെ ഈ സാധനമൊക്കെ അവിടെ വെച്ചുണ്ടാക്കി. കൊല്ലത്തെ പുതുക്കുളങ്ങര കൊട്ടാരവളപ്പ് അവിടെ നിന്ന് നടന്നും കോടിമാത, കോട്ടയത്തെ കോടിമാതയിൽ എത്തിച്ചു. അവിടെ നിന്ന് 8 ദിവസം കൊണ്ട് മുണ്ടക്കയത്തെ പടിഞ്ഞാറേ ചിറ എന്ന് പറയുന്ന തോട്ടത്തിൽ ഈ സാധനങ്ങൾ കൊണ്ടെത്തിച്ചു. പിന്നെ ശബരിമലയിലേക്ക് എത്തണം. അപ്പൊ ആ മാനേജർ, ആ പടിഞ്ഞാറേ ചിറ തോട്ടത്തിന്റെ മാനേജർ, അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം 250 തൊഴിലാളികളെ കൊടുത്തു. ആ 250 തൊഴിലാളികളെയും മാത്തൻ തരകന്റെ 20 പണിക്കാരും, അങ്ങനെ 270 പേര് 4 മാസം കൊണ്ട് തലച്ചുമടായി അവിടെ കൊണ്ടുപോയി. അങ്ങനെ ശബരിമല പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മാത്തൻ തരകൻ മരിച്ചു. ഭാര്യ അക്കാമ ഇനി എന്ത് ചെയ്യും? അവരങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല. അവസാനം അവരുടെ മരുമകൻ ഒരു പള്ളിയിൽ അച്ഛനാണ്. മാവേലിക്കരയിലെ MES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാനേജറായിരുന്ന സ്കറിയ കത്തനാർ എന്ന് പറയുന്ന കത്തനാർക്ക് പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്തു. ആ പള്ളിയിൽ അച്ഛനാണ് 1900 ശബരിമല ആദ്യം പുതുക്കി പണിയുന്നത്. ആ സമയത്ത് 1902 അതിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് കണ്ഠരര് എന്ന് പറയുന്ന പ്രഭാകര റൂ എന്ന് പറയുന്ന ഈ തന്ത്രി കുടുംബത്തിലെ ആദ്യത്തെ ആൾ പ്രഭാകര റൂ ആദ്യമായി ശബരിമലയിൽ കാലുകുത്തുന്നത്. തന്ത്രി പറയുന്നത് BC 1-ാം നൂറ്റാണ്ടില് നമുക്ക് തന്നതാണെന്നാണ് ഈ അവകാശം പറയുന്നത്. ഒന്ന്, ഈ NSSന്റെ അല്ലെങ്കിൽ അവരൊക്കെ താത്വികാചാര്യനായി വേണമെങ്കിൽ കരുതാവുന്ന ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ബ്രാഹ്മണിക്കൽ ആധിപത്യം നമ്മുടെ കേരളീയ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ് പരശുരാമ കഥ എന്ന് എഴുതി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമികൾ എഴുതിയത് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഈ കേരളം അഴുവെറിഞ്ഞ് നേടിയതല്ല, കുന്തമെറിഞ്ഞ് നേടിയിട്ടുണ്ട് എന്നും കഥയുണ്ട്. അത് നമ്മുടെ സംഘകാല കൃതികളാണ്. 10 എന്ന് പറയുന്ന സംഘകാല കൃതിയിൽ കടൽ പുറകോട്ടിയ വേൽക്കുട്ടക്കുഴവൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മഴുവല്ല എറിഞ്ഞത്, കുന്തമാണ് എറിഞ്ഞത്. അങ്ങനെ കുന്തമെറിഞ്ഞ് കേരളം നേടിയെന്ന ഈ 10 എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് PC ഉണ്ണിച്ചക്കൻ. അങ്കിൾ ഉണ്ണിച്ചക്കൻ, മുത്തശ്ശൻ എന്നൊക്കെ വിളിക്കാം. നല്ല പ്രായമുള്ള ആളാണ്. അദ്ദേഹം നടത്തിയ വളരെ വലിയൊരു പ്രസംഗത്തിന്റെ ഒരു 6 മിനിറ്റോളം വരുന്നൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിന്റെ ഒരു കുറച്ച് പോർഷനാണ് ഞാൻ ഈ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന്റെ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ഒരു ആരോപണത്തിന് മറുപടി കൊടുത്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ വിശകലനം ചെയ്യാം. അതായത് ഇതിൽ ഇദ്ദേഹം പറയുന്നത് മഴുവെറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചു എന്നൊരു കഥ ഉണ്ട്. അത് ചട്ടമ്പി സ്വാമികൾ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. അത് വിശ്വസിക്കുന്നവന് വിശ്വസിക്കാം, അല്ലാത്തവന് വേണ്ട. ഇനി മഴുവെറിയാതെയോ കേരളം എന്നൊരു ദേശം ഉണ്ട്. അതിൽ നമുക്ക് ആർക്കും തർക്കമൊന്നുമില്ല. ഇതിന്റെ ഇടയിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, കുന്തമെറിഞ്ഞാണ് കേരളത്തെ സൃഷ്ടിച്ചത് എന്ന്. 10 എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നുണ്ട് കുന്തമെറിഞ്ഞാണ് കേരളത്തെ സൃഷ്ടിച്ചത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, കടൽ പിറകോട്ടിയ വേൽകെഴുക്കുട്ടുവൻ എന്ന് പറയുന്ന ഒരു ചേര രാജാവ് ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹം കുന്തമെറിഞ്ഞാണ് കേരളത്തെ സൃഷ്ടിച്ചത് എന്നാണ്. കടൽ പിറകോട്ടിയ. അതായത് ഒരുപാട് അറിവും പ്രായവും കൂടെ വരുമ്പോഴുണ്ടാവുന്ന ഓർമ്മ പിശകുകളാണ്. കേരളം സൃഷ്ടിക്കപ്പെട്ടതിന് യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കേരളം എന്ന പ്രദേശം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നാണ് വന്നത്? മഡഗാസ്കറിൽ നിന്നും അടർന്നു വന്നതാണെന്നും മഡഗാസ്കറിന്റെ ഭാഗമാണ് കേരളം എന്ന് പറയുന്നതുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മൊത്തത്തിൽ തന്നെ പഴയ ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു എന്നും അവിടെ നിന്ന് അടർന്ന്
ഇവിടെ വന്ന് കയറിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പല ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററികളുണ്ട്. കൂടാതെ നമ്മുടേതായിട്ടുള്ള ഐതിഹ്യങ്ങളും നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ വേൽകഴുക്കുട്ടുവൻ കുന്തമെറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് കടൽ പിറകോട്ടിയ വേൽകഴുക്കുട്ടുവൻ എന്ന് പറയുന്ന ഒരു ചേര രാജാവ് ഈ രാജ്യം ഭരിച്ചിരുന്നു എന്നും ഒക്കെയുള്ള കഥ വേറെ അർത്ഥത്തിലാണ് ശ്രീ ഉണ്ണിച്ചക്കൻ. ഈ ചേര സാമ്രാജ്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പഴയ വഞ്ചി അതായിരുന്നു തലസ്ഥാനം. ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. കേരളത്തിന്റെ വടക്കൻ കേരളം തൊട്ട് ഏകദേശം തിരുവിതാംകൂറിന്റെ അടുത്ത് വരെ നീണ്ടുകിടന്ന കോയമ്പത്തൂര്, നീലഗിരിയൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് ചേര രാജാക്കന്മാർ. അതും സംഘകാലത്തിൽ ഏകദേശം 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലൊക്കെയാണ്. സംഘകാല കൃതി എന്ന് പറയുമ്പോൾ ബിഫോർ കോമൺ ഇറ 3-ാം നൂറ്റാണ്ട് മുതൽ കോമൺ ഇറ 3-ാം നൂറ്റാണ്ട് വരെ ഏകദേശം 600 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഈ സംഘകാലം. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പരണർ എഴുതിയ 10 എന്നുള്ളത്. ഈ വേൽകഴുക്കുട്ടുവന്റെ മറ്റൊരു പേരാണ് ചേരൻ ചെങ്കുട്ടുവൻ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് ഇമയവരമ്പൻ നെടും ചേരുലതൻ. എന്താല്ലേ, ഇതൊക്കെ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ, കേരളത്തിന്റെ ആയി രാജവംശം, കേരളത്തിന്റെ ആദ്യത്തെ രാജവംശം, ഇതൊക്കെ ഈ ആയി രാജവംശത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞ് അത് നമ്മുടെ നിലവിലെ തിരുവിതാംകൂർ രാജവംശത്തിൽ വരെ എത്തി നിൽക്കും. എനിവേ, അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കുന്തമെറിഞ്ഞ് കേരളത്തെ ഉണ്ടാക്കി എന്ന അർത്ഥത്തിലല്ല. അത് തന്മരം ഉരുട്ടിയ എറിതരംഗ പെരുങ്കടൽ, തൻപാടവിപ്പ വിളിപ്പോർ മുകുന്ത്, കടൽ പിറകോട്ടി വേൽകഴുക്കുട്ടുവൻ, കളിറ്റോട് ഒളവാൻ മന്നറോട്ടി, ഇങ്ങനെ തുടങ്ങുന്ന ഒരു പദ്യശകലമാണത്. യഥാർത്ഥത്തിൽ പറയുന്നത് കടൽ കൊള്ളക്കാരെ, അതുപോലെ തന്നെ വടക്കു നിന്നുള്ള മൗര്യർ, വടുകർ തുടങ്ങിയ വൻപന്മാരായ ശത്രുക്കളെയും പഴയൽ എന്ന കുറുനില മന്നനെയും സഹായിക്കാൻ വന്ന ശത്രുക്കളെയും പരാജയപ്പെടുത്തി പിറകോട്ടോടിച്ച വേൽകഴുക്കുട്ടുവൻ. അതാണ് കടൽ പിറകോട്ടിയ വേൽകഴുക്കുട്ടുവൻ. അല്ലാതെ വേൽകഴുക്കുട്ടുവൻ കുന്തമെറിഞ്ഞ് കടൽ പിറകിലോട്ട് ഇറങ്ങിപ്പോയി അവിടെ നിന്നും ഭൂമി പൊങ്ങി വന്ന് കേരളം ഉണ്ടായി എന്നല്ല മിസ്റ്റർ ഉണ്ണിച്ചക്കൻ. ഇതാണ് ആ ചരിത്രത്തിലുള്ള സത്യം. പിന്നെ നിങ്ങൾക്ക് പരശുരാമനെ തള്ളി പറയാം, സ്വീകരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഹിന്ദു മതത്തിന്റെ ചരിത്രം, പാരമ്പര്യം ഇതിനെയൊക്കെ വിമർശിക്കുന്നത് നമ്മുടെ വിഷയമേ അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ നിന്നല്ല, ലോകത്തിന്റെ സത്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ മതങ്ങളും, സംസ്കാരങ്ങളും, വിശ്വാസങ്ങളും, രാജ്യങ്ങളും എല്ലാം തന്നെ അവരുടേതായിട്ടുള്ള വീഴ്ചകൾ, കോട്ടങ്ങൾ, പ്രശ്നങ്ങൾ, ഒരുപാട് വികൃതങ്ങളായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് തന്നെ. ഒന്നൊന്നിനെ താരതമ്യം ചെയ്തുകൊണ്ട് മറ്റൊന്നിനെ ഇകഴ്ത്തിക്കൊണ്ടും സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതാണ് നമ്മൾ തിരിച്ചടിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശബരിമല കത്തി നശിച്ചത്, ഞാൻ അതിനെ തിരുത്തുക, ശബരിമല തീവെപ്പ് കേസ് എന്നാക്കാനാണ് എനിക്കിഷ്ടമല്ല. അത് ഒരു തരത്തിൽ സത്യവുമാണ്. ഇവർ കുറെ സത്യങ്ങളുമായിട്ട് അടക്കാനുള്ളൂ. അപ്പൊ നമുക്കും ചില സത്യങ്ങളൊക്കെ പറയാം. എന്തായാലും ശബരിമല 1900 കത്തി നശിക്കുകയും തിരുവിതാംകൂർ രാജവംശം നല്ല പണമുള്ള രാജവംശമാണ്. അങ്ങനെ ഈ ശബരിമലയെ പുനരുദ്ധരിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമായിട്ട് ടെൻഡർ വിളിക്കുന്നു. പണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ ആരും വന്നില്ല. ഓക്കെ, പണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ, പ്രമാണിമാർ, ഉന്നത കുലജാതർ ആരും വന്നിട്ടില്ല. പകരം വന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. ആ ചരിത്രങ്ങളെല്ലാം നിങ്ങൾ കേട്ടതാണ്, ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിൽ ഒരു ഇത് തോന്നിയില്ലേ, ഷോ എന്നാലും നമ്മുടെ ശബരിമല കത്തി നശിച്ചിട്ട് നാട്ടിലെ ഹിന്ദുക്കൾ, പ്രമാണിമാർ ഇവരാരും പോയിട്ട് അതൊന്ന് നന്നാക്കി കൊടുത്തില്ല, നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു, ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ക്രിസ്ത്യാനികളുടെ കാലിന്റെ അടി തന്നെ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നില്ലേ? ആ തോന്നൽ വരണ്ട. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ബ്ലണ്ടറാണ് AD 52 തോമാസ് ലീഹ കേരളത്തിലെത്തി എന്നുള്ളത്. അത് ഒരുപാട് ബ്ലണ്ടർ ആണെന്നുള്ളതും അതിന് പ്രത്യേക വാമൊഴി അല്ലാതെ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതും ചരിത്ര സത്യമാണ്. എന്നിരുന്നാലും തോമാസ് ലീഹ കേരളത്തിലെത്തുന്നു, 7.5 പള്ളികൾ സ്ഥാപിക്കുന്നു. ഓക്കെ, അപ്പോൾ തോമാസ് ലീഹ കേരളത്തിലെത്തി 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എല്ലാവരും വിശ്വസിക്കുന്നു. ആദ്യത്തെ പള്ളി സ്ഥാപിച്ചത് എവിടെയാണ്? കൊടുങ്ങല്ലൂരിൽ മാർ തോമാസ് ലീഹ പള്ളി. കൊടുങ്ങല്ലൂർ, പുലയൂർ, കോട്ടക്കടവ്, കൊക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ, തിരുവിതാംകൂട് തുടങ്ങിയാണ് ഈ 7.5 പള്ളികൾ എന്നിവർ പറയുന്നത്. അതിനുവേണ്ടി അവരിവിടെ വന്നപ്പോൾ അവരെന്താണ്, കല്ലും മണ്ണും ചെങ്കല്ലുകളും പള്ളി ഉണ്ടാക്കാനുള്ള മണിയും ഗോപുരങ്ങളും മരങ്ങളും അതിനുണ്ടാക്കാനുള്ള ആൾക്കാരും സ്ഥലം വാങ്ങാനുള്ള പണവും ഒക്കെ ആയിട്ടാണ് കേരളത്തിൽ എത്തിയത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. അന്നത്തെ കേരള രാജാക്കന്മാർ, ചേര രാജാവാണ് കേരളം ഭരിച്ചിരുന്നത്, ചേരന്മാർ, അവർ ഈ വന്ന തോമാസ് ലീഹയെ 2 കൈ നീട്ടി സ്വീകരിച്ചു. വചനങ്ങൾ കേട്ട് വിശ്വസിച്ചു. മറ്റേ വചനമുള്ളൂ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. അങ്ങനെ ഈ പരിപാടികളൊക്കെ കേട്ട് വിശ്വസിച്ചു. ഒരുപാട് ബ്രാഹ്മണർ, ഉന്നത കുലജാതർ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം, ഉന്നത കുലജാതരും ക്ഷത്രിയന്മാരായിട്ടുള്ള അപ്പർ ക്ലാസ്
വർമ്മമാർ, രാജാക്കന്മാർ, ചേര രാജാക്കന്മാരും ഇവരെ ഒരുപാട് സഹായിക്കുന്നു. ഇവർക്ക് മതം പ്രചരിപ്പിക്കാനും സംസാരിക്കാനും അതുപോലെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും സുരക്ഷയും ഉറപ്പാക്കുന്നു. അങ്ങനെയാണ് കേരളത്തിൽ മുഴുവൻ പുള്ളിക്ക് സഞ്ചരിക്കാൻ സാധിച്ചത്. രാജാവിന്റെ സഹായത്തോടു കൂടി രാജാവ് നൽകിയ പണത്തിൽ മറ്റു പ്രമാണിമാർ ഒരു പുതിയ മതം വന്നപ്പോൾ കൊള്ളാലോ, നമ്മുടെ ദൈവങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ട്, അപ്പൊ അവരുടെ ഒരു പുതിയ ദൈവം കൊള്ളാം, പാവ ഒരു മനുഷ്യൻ വന്ന് നിന്ന് പറയല്ലേ, മതം സ്വീകരിക്കാം, പുള്ളിയുടെ ദൈവം കൂടെ വെച്ചോ. പക്ഷെ ഈ ദൈവത്തിന് മറ്റു ദൈവങ്ങളൊന്നും കണ്ടുകൂടാ എന്നുള്ളത് നമ്മൾ അപ്പം അറിഞ്ഞില്ല. നമ്മൾ വിചാരിച്ചു നമ്മളെ ദൈവങ്ങളൊക്കെ പോലെ തന്നെ മുരുകനും കൃഷ്ണനും ശിവനും പാർവതിയും കാളിയും കൂളിയും ഭഗവതിയും എല്ലാ ദൈവങ്ങളും ഉള്ളതുപോലെ തന്നെ ഈ ദൈവം ഒരു നൈസ് ദൈവമാണ്. പക്ഷെ പുള്ളിക്ക് മറ്റു ദൈവങ്ങളെ ഒന്നും കണ്ടുകൂടാ എന്നുള്ള ഇത്തരം ഉടായ്പകളൊന്നും നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്നാലും ആ ദൈവത്തെ സ്വീകരിച്ചു, ആ ദൈവത്തിന്റെ വചനങ്ങൾ വിശ്വസിച്ചു, അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു, അവർക്ക് പള്ളി പണിയാനുള്ള സഹായം ചെയ്തു കൊടുത്തു. ഇല്ലേ, മതപരിവർത്തനം ചെയ്യാനുള്ള ആളെയും കൊടുത്തു രാജാവ്. ആവശ്യത്തിന് ആൾക്കാർ മതപരിവർത്തനം ചെയ്ത് ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. ഇതൊന്നും പറയുന്നത് ഞാനല്ല കേട്ടോ. ഇത് റംബാൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഈ മാർത്തോമ വിഭാഗക്കാരുടെ ഇടയിൽ ഒരു പാട്ടുകൾ പണ്ട് വാമൊഴിയായിട്ട് തോമാസ് ലീഹ വന്നതും രാജാവ് സഹായിച്ചതും പ്രമാണിമാരും ഉന്നത കുലജാതരും ബ്രാഹ്മണരും ഒക്കെ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളായി എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാമൊഴി പാട്ടുകൾ, കഥകൾ. അതായത് പകലോമറ്റം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പകലോമറ്റം, ശങ്കരപുരി, കാളികാവ്, കോളിപ്ര തുടങ്ങിയിട്ടുള്ള വലിയ പ്രമാണി കുടുംബങ്ങൾ ഉന്നത കുലജാതരൊക്കെ മതപരിവർത്തനം ചെയ്തു എന്നുള്ള ഈ വാമൊഴി പാട്ടുകളെല്ലാം 1600കളിൽ മാളിയേക്കൽ തിരുമേനി, ഇവര് ഈ ഉന്നത കുലജാതരാണ്, ഇവർക്ക് ഈ മതം ജാതി ഒന്നും ബുക്കിൽ എഴുതിയിട്ടില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കട്ട പിടിച്ചിരിക്കുക. അവരുടെ യൂറോപ്പിലായാലും ശരി, അവരിങ്ങോട്ട് വന്നപ്പോൾ ഇന്ത്യയിലായാലും ശരി, ഇതിലൊന്നും ഒരു മാറ്റമല്ല കേട്ടോ. ജാതി എന്നത് അസ്ഥിക്ക് പിടിച്ച സാധനങ്ങളാണ്, അതിലൊന്നും എനിക്ക് ഒരു തർക്കവും ഇല്ല. അപ്പോൾ ഈ അസ്ഥിക്ക് പിടിച്ച ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് മതപരിവർത്തനം ചെയ്ത സഹായങ്ങളെ പറ്റിയെല്ലാം ഈ വാമൊഴി പാട്ടുകളെ മാളിയേക്കൽ തിരുമേനി, അതോ മാലിയേക്കൽ തിരുമേനിയാണോ, എന്തായാലും ഒരു തിരുമേനി, ഉന്നത കുലജാതന തിരുമേനി എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി ഒരു പാട്ടുകളായി എഴുതി ചേർത്തു, ഗദ്യവും പദ്യവും എല്ലാം കൂടെ ഉൾപ്പെടുത്തി. അതാണ് റംബാൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഇതിപ്പോഴും അവൈലബിൾ ആണ്. ഇതിനേക്കാളും വലിയൊരു സാധനമുണ്ട്, മാർഗം കളിപ്പാട്ട്. നമ്മുടെ ഇവിടെ തിരുവാതിരയെ കണ്ടപ്പോ നമുക്കും വേണമല്ലോ ഒരെണ്ണം. അപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെയാണല്ലോ മതം മാറി അപ്പുറത്തോട്ട് പോയത്. അപ്പൊ അപ്പുറത്തോട്ട് പോയവർ എങ്ങനെയാണോ തിരുവാതിര കളിയിൽ എന്തെല്ലാം ചരിത്രങ്ങളാണോ പറയുന്നത്, എന്തെല്ലാം ഐതിഹ്യങ്ങളാണോ പറഞ്ഞുകൊണ്ട് തിരുവാതിര കളിക്കുന്നത്, അതുപോലെ നമ്മുടെ തോമാസ് ലീഗ വന്നതും രാജാവ് സഹായിച്ചതും പൊന്നുതമ്പുരാൻ സഹായിച്ചതും ബ്രാഹ്മണരാണ് മതം മാറി. നമ്മളൊക്കെ ഉന്നത കുലജാതരാണ്, ആ ഒരു കോൺസെപ്റ്റ് ഇവരുടെ തലയിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ബ്രാഹ്മണർ മതം മാറി, പ്രമാണിമാർ മതം മാറി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകൾ എഴുതി ആ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നൃത്ത രൂപമാണ് എന്ത്? മാർഗം കളി. അതിലും ഈ പാട്ടുകളിൽ ഈ വരികളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇനി തോമാസ് ലീഗ വരാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ അന്ന് ചരിത്ര പ്രാധാന്യമുള്ള ആ കാലഘട്ടത്തിലെ ഒരു രേഖകളും ലഭ്യമല്ല എങ്കിലും AD 849 തരിശാപ്പള്ളി ശാസനം, ഈ ചെമ്പോല ഇപ്പോഴും ഇരിക്കുന്നത് കോട്ടയം തിരുനക്കര അരമന. കേട്ടില്ലേ, ഉന്നത കുലജാതരാണ്. അപ്പൊ ആ അരമന എന്നൊക്കെ ഇവരും പറയുള്ളൂ. ഇവർ അങ്ങനെയാണ്, തിരുമേനി, പിതാവ്, അരമന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അരമന, മേട, ഇതൊക്കെ ഇവര് ആ ഉന്നത കുല ഗോത്ര ചിന്ത ഇവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഇവർ ഓൾവേസ് കീപ് ഇൻ ദ സെയിം വേർഡ്സ്. എന്നിട്ട് ഇവർ പറയും നമ്മളൊക്കെ ഒന്നാണ് കേട്ടോ, നമ്മള് ജാതിയില്ല, അക്കത്തിനുമില്ല. പുലപ്പള്ളി വേറെ, പുലയന്മാർ നമ്മുടെ കൂടെ ഇരിക്കാൻ പാടില്ല, പുലപ്പള്ളി വേറെ. ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ കഗോട്ടുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവർക്ക് വേറെ പള്ളി, അവർ വേറെ മൂലയ്ക്കോട്ട് മാറ്റിയെടുത്ത് തൊടാൻ പാടില്ല. നമ്മുടെ ബുക്കിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അടിപൊളി. എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ ഇതിനൊരു സാധനം ഈ തിരുശാപ്പള്ളി സാധനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇരിക്കുന്നത് കോട്ടയം തിരുനക്കര അരമനയിലും മലങ്കര മാർത്തോമ സഭയുടെ ആസ്ഥാനത്തും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് തരിശാപ്പള്ളി ശാസനത്തിൽ പറയുന്നത്? ചേരമാൻ പെരുമാൾ അയ്യനടികളിൽ തിരുവടികൾ പള്ളികൾക്കും ക്രിസ്ത്യൻ വ്യാപാരികൾക്കും നൽകിയ ഭൂമിയെക്കുറിച്ചും നികുതി ഇളവുകളെക്കുറിച്ചും സാമൂഹിക പദവികളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരിപ്പോഴും ഈ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ ഭൂമിയിലുമുള്ള അവരുടെ അവകാശം, പണ്ട് രാജാവ് അനുഗ്രഹിച്ചു നൽകിയ അവകാശങ്ങൾ, അവർക്ക് നൽകിയ നികുതി ഇളവുകൾ, ഭൂമികൾ, വ്യാപാര സൗകര്യങ്ങൾ, ഇതൊക്കെ അവർ ഒരു പ്രമാണപത്രമായി, നാളെ ഇനിയിപ്പോ ഒരു വഖഫ് ബോർഡ് വന്ന് പറഞ്ഞാലും ഇവർക്ക് ഈ സാധനം എടുത്ത് കാണിക്കാമല്ലോ. സാധനം വഖഫ് ബോർഡിനേക്കാളും ഒക്കെ എനിക്ക് തോന്നുന്നു ഇസ്ലാമത്തിനേക്കാളും പഴക്കമുണ്ട് ഈ സാധനത്തിനൊക്കെ. അപ്പോ ഇതെടുത്ത് കാണിക്കാൻ വേണ്ടി ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇത് അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള രാജാക്കന്മാർ ജീവിച്ചിരുന്ന, ഉന്നത കുലജാതർ ജീവിച്ചിരുന്ന, അന്ന് പിന്നെ ബ്രാഹ്മണരെയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബ്രാഹ്മണർ, ഉന്നത കുലജാതർ, അങ്ങനെയാണ് ഈ മേട, തിരുമേനി, അരമന ഒക്കെ ഇവര് അങ്ങോട്ട് എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഈ നാട്ടിൽ പള്ളികൾ പണിയാനും അവർക്ക്
യഥേഷ്ടം പ്രോലിഫറേറ്റ് ചെയ്യാനും മതപരിവർത്തനം ചെയ്യാനും ആ മതപരിവർത്തനത്തിന് വേണ്ടി നടക്കുമ്പോൾ അവർക്ക് സുരക്ഷ നൽകാനും മതപരിവർത്തനത്തിന് തയ്യാറായവരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ആ മതത്തിലേക്ക് ചേർക്കാനും ഇവിടെ തോമസ് ലീഗ വന്ന് നെഞ്ചത്തടി നിലവിളി എനിക്കൊരു ഏകദൈവം ഉണ്ടേ, എന്റെ ഏകദൈവം സൂപ്പറാണേ, എന്റെ ഏകദൈവം എന്താണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുകയാണേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പോ ഇതിന് ഇവിടുത്തെ രാജാക്കന്മാരെല്ലാം ഹൃദയം നിറഞ്ഞ് ദാറ്റ് ഈസ് കോൾഡ് സനാതനം മിസ്റ്റർ ഉണ്ണിച്ചക്കൻ, ദാറ്റ് ഈസ് കോൾഡ് സനാതനം. ജാതി കീടം ഇതിന്റെ ഇടയിൽ വന്നത് ഞങ്ങളുടെ തെറ്റ്, അതും ഞങ്ങളുടെ തെറ്റ്, അതും സനാതനത്തിന്റെ തെറ്റ്, അത് ഞങ്ങൾ സമ്മതിച്ചിരുന്നു. പക്ഷേ ഇതും അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ മതപരിവർത്തനം ചെയ്തു വന്ന തലമുറയിൽപ്പെട്ട ഒരാൾ അവർക്ക് പള്ളി പണിയാൻ, അവർക്ക് യഥേഷ്ടം മതപരിവർത്തനം ചെയ്യാൻ, അവർക്ക് മതം സ്പ്രെഡ് ചെയ്യാൻ ഒക്കെ അവസരങ്ങൾ കൊടുത്ത ഒരു കൂട്ടം രാജാക്കന്മാർ, ഉന്നത കുലജാതർ ഒക്കെ ജീവിച്ചിരുന്ന ഈ മണ്ണിൽ നിങ്ങളൊരു ശബരിമല, അതും തീവെച്ച ശബരിമല, അതും ടെൻഡറാണ്, അല്ലാതെ ഓസിന് വന്നിട്ട് ഞാൻ കാശ് മുടക്കി നന്നാക്കി കൊള്ളാമെന്നൊന്നുമല്ല. ടെൻഡർ, നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ടെൻഡർ എന്ന് പറഞ്ഞാൽ പണം കൊടുത്തിട്ട് ബില്ല് അങ്ങോട്ട് കൊടുത്താൽ സാധനം കൊടുക്കും. 50 കോടിയുടെ സാധനത്തിന് 100 കോടി ബില്ല് കൊടുത്താലും പണം 100 കോടി ഇങ്ങ് കിട്ടും. നിങ്ങൾക്ക് സാധനം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ 10 കോടിക്ക് ടെൻഡർ വിളിച്ചെങ്കിൽ 5 കോടിക്കും തീർക്കാം. ഇതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്തായാലും വളരെ നഷ്ടത്തിലാണ് ശബരിമല പണിത് തീർത്തതെന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ടെൻഡർ കൊടുത്തു, ടെൻഡറിനനുസരിച്ച് ചെയ്തു തീർത്തു, കാശ് മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തു തീർത്തത്. പുള്ളി മരണപ്പെട്ടപ്പോൾ പുള്ളിയുടെ തന്നെ ബന്ധുവായ മറ്റൊരു പള്ളിയിലെ അച്ഛൻ അത് ഏറ്റെടുക്കുന്നു, പള്ളിയിലെ പുരോഹിതൻ അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ ശബരിമലയിലെ പണി തീർക്കുന്നു. പറ സാറേ ഉണ്ണിച്ചക്കൻ, ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോ? ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? നിങ്ങളെയൊക്കെ സാഷ്ടാംഗം പ്രണമിക്കണോ? അല്ല, നിങ്ങൾ പറയുന്ന ജാതി കീട നിലനിൽക്കുന്ന എന്താ പറയാ സനാതന ധർമ്മം എന്ന് നിങ്ങൾ പറയുന്ന, നിങ്ങളിങ്ങനെ മ്ലേച്ഛകരമായി പറയുന്ന, നിങ്ങൾ ഒരൊറ്റ ഹിന്ദു പോലും വന്നില്ല ശബരിമല ഒന്ന് പുതുക്കി പണിയാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഇക്കണ്ട പള്ളികൾ മുഴുവൻ പണിയാനും അവർക്ക് സ്ഥലങ്ങൾ കൊടുത്തതും അവർക്ക് സാമൂഹിക പദവികൾ കൊടുത്തതും ഒക്കെ തന്നെ പറയുന്ന ഈ ചരിത്ര രേഖകൾ തനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതൊക്കെ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് പുച്ഛം ഇപ്പോ ബാക്കിയുള്ളവരെ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ക്രിസ്ത്യൻ രാജാക്കന്മാരെ പോലെ വാള് വെച്ച് ഇൻക്യൂസിഷൻ നടപ്പിലാക്കിക്കൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള രാജാക്കന്മാർ മതഭ്രാന്തന്മാരായ രാജാക്കന്മാരായിരുന്നെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ ക്രിസ്തു മതമാണ്, ഇസ്ലാം മതമാണ്, മതങ്ങൾക്ക് മതഭ്രാന്ത് ഉണ്ടാവും. അങ്ങനെ മതത്തിൽ ഭ്രാന്തെടുത്ത രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തോമസ് ലീഗ കുത്തുന്ന കാല ആ സ്പോട്ടിൽ വെട്ടിയനെ. നിന്റെ ദൈവം, കൊണച്ച ദൈവം എടുത്തോണ്ട് വാടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മാത്രമേ ഉള്ളെന്നാ പറഞ്ഞേക്കുന്നത്, നിന്റെ ദൈവം നീ വേണേ മതം മാറി ഇങ്ങോട്ട് വാടാ എന്നുള്ള ഒരു ചെറ്റ മനോഭാവമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തോമസ് ലീഗയും പള്ളിയും പിന്നെ ഈ ശബരിമല പുനർനിർമ്മിക്കാനായിട്ട് ഒരു ക്രിസ്ത്യാനി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാകത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വാളെടുത്തുകൊണ്ട് റോമൻ ചക്രവർത്തിമാർ ഇറങ്ങി പുറപ്പെട്ട കാലഘട്ടം, കൊന്നൊടുക്കിയ ലക്ഷങ്ങൾ, നിരപരാധികൾ, ആഫ്രിക്കയിലെല്ലാം കൂടോടെ കൊന്നൊടുക്കിയ ഗോത്ര സമുദായങ്ങൾ, കൊല വിളിച്ച് അടിമകളാക്കി ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ജർമ്മനിയിലും ഫ്രാൻസിലുമെല്ലാം അവരവരുടെ തദ്ദേശീയമായ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി മതപരിവർത്തനം ചെയ്യാൻ തയ്യാറാകാത്തവരെ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ബുക്ക് നിങ്ങൾ എഴുതി തയ്യാറാക്കിയത് തന്നെ ആളെ പറ്റിക്കാനാണ്. ചരിത്രത്തിൽ എവിടെയും ഒരു രാജാവും ഈ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചതായിട്ട് എനിക്കറിവില്ല. നുള്ളിയും പെറുകി 1-2 എണ്ണത്തിനെ കൊണ്ടുവരരുത്. അവന്മാരെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. സാധാരണക്കാരനായ ഞാൻ, മറ്റൊരു ക്രിസ്ത്യാനി, അയാൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ല. പള്ളിയിൽ പോകുന്ന, ബൈബിൾ വായിക്കുന്ന രാജാവ്, നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു രാജാവ് ആ ബൈബിൾ വചനത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ലോകത്തിന് അതിന്റെ ഗുണമുണ്ടാവുള്ളൂ. എങ്കിലേ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റൂ. എന്നാലേ പാപിയെ സ്നേഹിച്ചുകൊണ്ട് പാപത്തെ വെറുക്കാൻ പറ്റൂ. ഇവിടെ എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പാപികൾ. നിങ്ങൾ ഈ പറഞ്ഞവന്മാരൊക്കെ എന്തോരം പാപികൾ. എത്ര എണ്ണത്തിനെ കൊന്നു, കൊല വിളിച്ചു, തിന്ന് പച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ട് നിങ്ങൾ. വിച്ച് ഹണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദുർമന്ത്രവാദിനി വേട്ട. അതും നിങ്ങൾ ഉന്നത കുലത്തിൽപ്പെട്ട ഇംഗ്ലണ്ടിലെ സ്ത്രീകളെ ഒന്നും നിങ്ങൾ വിച്ച് ഹണ്ട് നടത്തിയിട്ടില്ല, ഫ്രാൻസിൽ നടത്തിയിട്ടില്ല, ജർമ്മനിയിൽ നടത്തിയിട്ടില്ല. നിങ്ങൾ നടത്തിയതെല്ലാം കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകളെയാണ് വിച്ച് ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ദുർമന്ത്രവാദിനി വേട്ട നടത്തിയത്. ജാതി കീടം. യൂറോപ്പിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്ന് ജാതി കീടം. ബുക്ക് വേണ്ട, ബുക്ക് ഫേക്ക്, ബുക്ക് വെറുതെയാണ്. ബുക്കിൽ നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ പറയും. പാപിയാണ് സ്നേഹിക്കാൻ, പാപത്തെയാണ് വെറുക്കേണ്ടത്, അതൊക്കെ ബുക്കിൽ പറയും. ബുക്ക് നിങ്ങൾ തമ്മിൽ പുലബന്ധം പോലും ഇല്ല ഈ സാധനമായിട്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ചെയ്തിട്ട്, അവിടെ ഈ ജാതി കീടങ്ങൾ മുഴുവൻ നിലനിർത്തിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. നമുക്ക് ശബരിമല ക്ഷേത്രം നൽകി. അങ്ങനെ നമുക്കിപ്പോ ക്രിസ്ത്യാനികളെ കണ്ടുകൂടാതായത് അഹങ്കാരം കൊണ്ട്, ഞങ്ങളോടുള്ള വെറുപ്പ് കണ്ടിട്ട്, നിങ്ങളെന്തോ പൊന്നു തമ്പുരാക്കന്മാരാണെന്നും നിങ്ങളില്ലെങ്കിൽ ലോകത്ത് ഒന്നും സംഭവിക്കില്ല എന്നുള്ള നിങ്ങളുടെയൊക്കെ കീട മനോഭാവം. ഇന്ത്യയിൽ നിന്ന് 45 ട്രില്യൺ US$ കൊണ്ടുപോയില്ലെങ്കിൽ ഇപ്പോഴും ഇംഗ്ലണ്ട് എല്ലാം ദരിദ്ര രാജ്യമാണ്, ദരിദ്ര രാജ്യം. ശാസ്ത്രവുമായിട്ട് കൂട്ടിമുട്ടിക്കല്ലേ. ശാസ്ത്രവുമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ബന്ധമൊന്നുമില്ല. ഒരു ബൾബും ഒരു മൊബൈൽ ഫോണും ഒരു ട്രെയിനും ഒരു കാറും ഒരു പിണ്ണാക്കും കണ്ടുപിടിച്ചത് ബൈബിൾ വചനങ്ങൾ വെച്ചിട്ടല്ല.
നിങ്ങൾക്ക് എന്താണ് പുതിയ നിയമവും പഴയ നിയമവും 66 പുസ്തകങ്ങളും ഉണ്ടെങ്കിലല്ലേ ക്രിസ്ത്യാനിയാവുള്ളൂ. ആ 66 പുസ്തകത്തിൽ എവിടെയെങ്കിലും ട്രെയിനിന്റെ എഞ്ചിൻ, സ്റ്റീം എഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാലും നമുക്ക് ശാസ്ത്രവും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാം. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവനൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ പോയ ടീമാണ് നിങ്ങൾ. അപ്പോ ആ ചരിത്രങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ താരതമ്യം ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ചെറ്റത്തരം കാണിച്ചു വന്നിട്ടുള്ള പാരമ്പര്യമുള്ളവന്മാർ എവിടെയോ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ആ ചെറ്റത്തരം ഇവിടെ ചെലവാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അടവ് മാറ്റി, രാജാക്കന്മാരെ തമ്മിൽ തല്ലിച്ചു, ജാതി കുറച്ചുകൂടെ മൂട്ടി. അതാണ് ഈ ഏഷണി, ആ പരിപാടി ഇവിടെ ചെയ്തിരിക്കുന്നു. അപ്പോ പറ ഉണ്ണിച്ചക്കൻ സാർ, ഇത്രയും ചെയ്തു കൊടുത്തു നിങ്ങൾക്ക് പരമപുച്ഛമുള്ള ഉന്നത കുലജാതം. ദൈവം പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇവിടെ എന്തായിരുന്നു മീശ വെച്ചാൽ കലാപം, മറച്ചാൽ കലാപം, ഉഴുതുമൽ കിട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ ചരിത്രം. കാര്യം പശുവിനെ കറക്കാൻ ഈഴവന് അർഹതയുണ്ടായിരുന്നില്ല. പകരം അത് പശു കറവ എത്താൻ നേരത്ത് പശുവിനെ ജന്മിക്ക് നൽകണം. കറവ ഒറ്റിക്കഴിയുമ്പോൾ ജന്മി തിരികെ നൽകും. അതിനെതിരെ പോരാടിയ ശക്തനായ ആളാണ് ഉഴുതുമൽ കിട്ടൻ. അങ്ങനെ പോരാടിയപ്പോൾ ഉഴുതുമൽ കിട്ടനെ തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ചുട്ടു കൊന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലവിച്ച് കണ്ടെന്ന് പറഞ്ഞിട്ട് ദുർമന്ത്രവാദിനി വേട്ടാന്ന് പറഞ്ഞ് സാധാരണ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകളെ ചുട്ടുകൊന്നവന്മാരാണ് യൂറോപ്യൻ ക്രിസ്ത്യാനികൾ. അതിന്റെ ബാക്കി പത്രം തന്നെയാണ് ഇവിടെ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ കഗോട്ടുകൾ, പള്ളിയിൽ പോലും കയറാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു, തൊട്ടുകൂടാത്തവരുണ്ടായിരുന്നു, കീഴ്ജാതിക്കാരുണ്ടായിരുന്നു, അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, അടിമ കച്ചവടം ഉണ്ടായിരുന്നു. എന്നാണ് സാർ ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടന്നത്? 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോഴേക്ക് ഏകദേശം ക്രിസ്ത്യാനിറ്റി വന്നിട്ട് 10,000 വർഷത്തിന് മേലെ ആയില്ലേ? അതുവരെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ളത് യൂറോപ്പിലുള്ള ഒരു ക്രിസ്ത്യാനിയും കണ്ടില്ല. ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കാൻ വന്നിരിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതുകൊണ്ട് മിസ്റ്റർ ഉണ്ണിച്ചക്കൻ, ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചൊക്കെ തന്നെയാണ് വളർന്നിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് താളിയോലകൾ കൊണ്ടുപോയി അവന്മാർ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ കഴിവുകൾ അവർ ഇപ്പോഴും അംഗീകരിക്കുന്നു. നമ്മുടെ സുശ്രുതന്റെ വരെ ചരിത്രം, നിങ്ങൾക്ക് ഞാൻ കാര്യം പറയാൻ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും സഹകരിച്ചത്. നമ്മൾ മാത്രം മോശം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ നിങ്ങൾ ഈ സമൂഹത്തിൽ കുട്ടികളുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തോടും നമ്മുടെ സ്വന്തം പൈതൃകത്തോടും നമുക്ക് നമ്മളോട് തന്നെ ഒരു മോശ അഭിപ്രായം ഉണ്ടായി ആ ചിന്തയിൽ ആ കുട്ടികൾ ഇങ്ങനെ, അയ്യോ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു മോശം, ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു മോശം, നമ്മൾ പണ്ട് ജാതിയൊക്കെ ആയിട്ട് വലിയ മോശമായിരുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികൾ വന്നതുകൊണ്ട് അയ്യോ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ഈ രാജ്യത്തിന്റെ അടയാളം നശിപ്പിക്കണം. അങ്ങനെയാണ് യൂറോപ്പിനെ മൊത്തം നശിപ്പിച്ചത്. അവിടുത്തെ അടയാളങ്ങൾ മുഴുവൻ നശിപ്പിച്ചു അല്ലേ? ക്രിസ്ത്യാനിറ്റി മാത്രം. ഇപ്പൊ അതും നശിക്കാനായി. എനിക്കതൊരു സന്തോഷമുണ്ട് കേട്ടോ. ജർമ്മനിയിലൊക്കെ റാഡിക്കൽ ഇസ്ലാം അടിഞ്ഞു കയറി അവിടെ അടിച്ചു പൊളിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചെയ്തു കൂട്ടിയതിന് നീയൊക്കെ അനുഭവിക്കും, അത് വേറെ. യൂറോപ്പിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന ചെറ്റ രാജാക്കന്മാരുണ്ടല്ലോ, മതം വളർത്താനായിട്ട് ആൾക്കാരെ കൊന്നു തള്ളിയ, ഇൻക്വിസിഷൻ നടപ്പിലാക്കിയ വിശുദ്ധ പുണ്യാളച്ചന്മാർ, അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ശബരിമല പുതുക്കിപ്പണിയാൻ ഇവിടെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായത്. അവന്മാരുടെ ആ തറ സ്വഭാവം ഇവിടുത്തെ രാജാവിനുണ്ടായിരുന്നെങ്കിൽ, യൂറോപ്യൻ ക്രിസ്ത്യൻ രാജാക്കന്മാർക്കുണ്ടായിരുന്ന മതഭ്രാന്ത് ഇവിടുത്തെ രാജാക്കന്മാർക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയാനുള്ള ചരിത്രത്തിന് ആരും അവശേഷിക്കില്ലായിരുന്നു. അപ്പോൾ മിസ്റ്റർ ഉണ്ണിച്ചക്കൻ, ലോക ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. മുടി നരച്ചു പോയിട്ടും പ്രായമായിട്ടും കാര്യമൊന്നുമില്ല. ഉള്ളിൽ കിടക്കുന്ന വിഷം, തൻ്റെയൊക്കെ ഓരോ രോമകൂപങ്ങളിലും നിറഞ്ഞു കിടക്കുന്ന ഈ ജാതി വിഷം, സ്വയമുള്ള പുച്ഛം, സ്വന്തം അപകർഷതാബോധം, ഇതൊക്കെ വരുന്ന തലമുറയുടെ തലച്ചോറിലേക്കൊന്നും വിടരുത് എന്നൊരു അപേക്ഷ മാത്രം. ഇനി അങ്ങനെ താനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പറയാൻ ഞാനിവിടെ തന്നെ കാണും. ജയ് ഹിന്ദ്.